മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ ഞാൻ ഇത് പറഞ്ഞ് ഇപ്പൊ ഇതിന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയണേ. ചങ്കകളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിനായകൻ ചേട്ടൻ പറയുന്ന എല്ലാ കാര്യത്തിനൊന്നും നമുക്ക് അങ്ങനെ ഏറ്റുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ വിനായകൻ ചേട്ടൻ പറയുമ്പോൾ അത് ശരിയാന്നിലൂടെ ഇയാൾ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങളോ പിന്നെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷകരമായിട്ടൊക്കെ പെരുമാറാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ കിടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി പൊക്കി കഴിഞ്ഞാൽ ആ ഇതും പിന്നെ എന്താണ് ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ പറഞ്ഞതൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. എന്നാലും വിനായകന്റെ അഭിനയം എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സംഭവം കേട്ടോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരാളെയും വിനായകന് ഭയമില്ല. അതാണ് വിനായകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് പറയേണ്ട സമയത്ത് മുഖത്ത് നോക്കി പറയുന്ന ഒരാൾ. ഏതായാലും രഞ്ജിത്തിനെ പറ്റിയിട്ട് ഒരു 2 വർഷം മുമ്പ് വിനായകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 വർഷം മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ മാടമ്പിയാണ്. അതായത് അയാൾക്ക് വേണമെങ്കിൽ വിനായകനാ തുടച്ചു നീക്കാൻ പറ്റും. ആ ഒരു വിനായകൻ അങ്ങനെ ഉള്ള ഒരു രഞ്ജിത്തിനെ പറ്റിയിട്ട് വിനായകൻ ഇങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ അതിനൊരു ഉശിര് തന്നെ വേണം. ഏതായാലും വിനായക പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും. കാരണം അന്നേ ഇങ്ങനെ എത്രത്തോളമുള്ള മനുഷ്യനാണെന്ന്. ഏതായാലും വിനായകൻ എന്താ പറയുന്ന നോക്കാല. ബാ വിനായക, ബാ വന്നോ മനെ വിനായക. ഇനി വിനായകന്റെ ചാൻസ് ആണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം, രഞ്ജിത്ത് പല രീതിയിലും ഈ അവാർഡ് നിർണ്ണയത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ആരോപണം സംവിധായകൻ വിനയൻ നടത്തുകയുണ്ടായി. അതിനെ സാധൂകരിക്കുന്ന വിധം ജൂറി അംഗമായിട്ടുള്ള നിയമം പുഷ്പരാജിന്റെ അടക്കം ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വരികയുണ്ടായി. വിനായകൻ എന്താണ്? ആക്ച്വലി ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ പുള്ളിനൊക്കെ നേരത്തെ എന്നെ തുടച്ചു കളഞ്ഞതാണ്. ലീല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ലീല ബിജുമേനോൻ കണ്ടോ? മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ടോ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി എന്നാ ഞാൻ ഇത് പറഞ്ഞ് ഇപ്പൊ ഇതിന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയണേ. ദിനു ആനനെ തൊട്ടിട്ടുണ്ടോ? സത്യം പറ. സത്യം തൊട്ടുണ്ട്. ആനയുടെ തുമ്പിക്കയിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ കിടത്തുക എന്ന് പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്മാര് എന്ത് ഭീകരന്മാരാന്ന് ആലോചിച്ച് നോക്കിയേ. അവന്റെയൊക്കെ മനസ്സിലെ ട്രിപ്പാണ് എഴുത്തുകാരൻ്റെ. എന്നിട്ട് ഇതിന് അവാർഡും കൊടുക്കണം. ഞാൻ പറഞ്ഞ അത്രയും ഉണ്ടോ? അതിന്റെ ഇരട്ടിയല്ലേ ഈ ഭീകരത. ഒരു സ്ത്രീയെ നഗ്നയാക്കി ആനയുടെ ഇങ്ങനെ കിടത്തിയിട്ട് അവളെ എന്താ ഭോഗിക്കുക എന്ന്. അത്രയും മോശപ്പെട്ടവനല്ല വിനായകൻ. എന്നിട്ട് ഇത് എഴുത്തുകാരൻ സാഹിത്യകാരൻ എന്ന് പറഞ്ഞ ലേബിൾ കൊടുക്കണം നിങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ പൊളിച്ചു കളയണം. ഇവരാണ് സമൂഹത്തിന്റെ വേസ്റ്റ്. ഇവന്മാരാണ് സമൂഹത്തിനെ നശിപ്പിക്കുന്നത്. പേര് ഞാൻ പറയണില്ല, ആരാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ല, എന്താണ് ഈ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എങ്ങനെ ഉണ്ടായതാണ്? ലീല എന്ന് പറഞ്ഞ പടം വലുതാന്ന് പറയുന്ന ഒരു സമൂഹത്തിനോട് എന്ത് പറയാനാണ്? എന്നിട്ട് ഒരു പെണ്ണുങ്ങളെ സൂക്ഷിക്കാൻ നടക്കുന്ന മനുഷ്യരായി മാറുന്നതാണ്. ലീല എന്ന് പറഞ്ഞൊരു പടം മുത്തുച്ചിപ്പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കറക്റ്റായിട്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറ്. അതായത് ഇങ്ങനെയുള്ള ഊളപ്പടങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇവരൊക്കെ ചെയ്യുന്ന പരിപാടികൾ കണ്ടിട്ട് ഇവിടെ കയ്യടിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒരു വിഭാഗം ആൾക്കാർ, അവന്മാർക്ക് അവാർഡ് കൊടുക്കാൻ എൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര്. എന്നിട്ട് ഇവരെ തന്നെ എന്ന് പറയുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്നവരാണ് നമ്മളെന്ന് അതിൻ്റെ പുറകിൽ കുറെ സ്ത്രീകളെ കൂടെ കൂട്ടുക. എത്ര ഭീകരന്മാരാന്ന് ഇവര്. ഇതാണ് ഞാൻ പറഞ്ഞത്. വിനായകൻ എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും വരെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം സാമ്പത്തികവും ഫ്രണ്ട്ഷിപ്പും മാത്രമല്ല, സമൂഹത്തിനോടും ഒരു പ്രതിബദ്ധതയുണ്ട്. അയാൾ വെള്ളം അടിച്ചോട്ടെ, അയാൾ വേറെ എന്തോ അഭിനയത്തിൽ എന്തോ ഇതായിക്കോട്ടെ, എന്തായിക്കഴിഞ്ഞാലും വിനായകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ശരിക്ക് മലയാള സിനിമയിലെ ഒരാൾക്ക് പോലും പറയാൻ കഴിയാത്ത ഒരു വലിയൊരു ധൈര്യം വിനായകൻ ഉണ്ടായി 2 വർഷം മുമ്പ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആരുമില്ല. രഞ്ജിത്ത് ഇപ്പോൾ അകത്താണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിന് വലിയ ഇത് ഹാൻഡൊന്നും ഇനി ഉണ്ടാവില്ല. പക്ഷെ വിനായകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന ആൾ വലിയ രാജാവായി ഇരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ പറയണമെങ്കിൽ വിനായകന്റെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വിനായകൻ ഒരാളെയും പേടിയില്ല എന്ന് പറയുന്ന ഇതാണ്. അതായത് കപടമായിട്ടുള്ള ഈ സ്ത്രീകളോടുള്ള സ്നേഹവും ബഹുമാനവും പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. വിനായകനെ പോലെ വിനായകൻ ഇപ്പോഴും പറയുന്നത് എന്താ, അയാൾ ഇങ്ങനെ ഇടാ കുഴപ്പമില്ല. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കപടവാദികളാണ്. ഈ തുമ്പിക്കൈൻ്റെ മുകളിൽ വെച്ചിട്ട്
ഇമാതിരി പോക്കിത്തരം കാണിച്ചിട്ട് അത് എഴുതി വെക്കുകയും ചെയ്തിട്ട് അവന്മാർ എത്രത്തോളം ചിന്തിക്കുന്നവരെങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീയെ എത്രമാത്രം നീചമായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുക ആലോചിച്ച് നോക്ക്. അപ്പൊ അങ്ങനെയുള്ള ഊളകളെ പൊടിച്ചെടുക്കുകയല്ലേ വിനായകൻ ചെയ്യുന്നത്? അല്ലെങ്കിലും പണ്ട് മുതലേ എനിക്കുള്ള ഒരു സംശയമാണ്, ഇങ്ങനെയുള്ള ഈ ഏപ്പടങ്ങൾക്കെല്ലാം എങ്ങനെയാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? മനുഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത സിനിമകള് പണ്ടൊക്കെ നമ്മുടെ ടി വിയിൽ വരുന്ന സിനിമയുണ്ട്. ഈ ടി വിയിൽ വരുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദൂരദർശൻ്റെ അതൊക്കെ പിന്നെ ഇത് അവാർഡ് സിനിമയാന്നാ പറയുന്നത്. അത് പാതിരാപ്പട 12 മണിക്കല്ല, അന്ന് ഹിന്ദി പെട്ടിയാണ്, അന്നൊക്കെയാണോ ഇത് ചെയ്യുക, രതി നിർവേദം, രുക്മിണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയാണ്. എൻ്റെ പൊന്നു മക്കളെ ശരിക്കും നമ്മൾ വരെ നാണിച്ചു പോകാറുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം കാണാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് ഓടേണ്ടി വരും. അങ്ങനെയുള്ള ഊളപ്പടങ്ങൾക്ക് ഈ പിന്നെ അവാർഡ് പടം എന്നുള്ള പേരും കൊടുത്ത് പൈസയും കൊടുത്തിട്ട് ജനങ്ങളെ കബളിപ്പിക്കുക. ഇതിനിടയ്ക്ക് വന്ന 2-3 സിനിമയുണ്ട്, ബിരിയാണി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്നാന്ന് മറ്റേ മാറൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സിനിമ. ഇതൊക്കെ എന്ത് ഊളത്തര സിനിമകളാണ്. ഇങ്ങനെയുള്ള സിനിമകൾക്ക് എന്നിട്ട് മറ്റേ എന്തോ വലിയ അവാർഡും കാര്യങ്ങളും. ഇങ്ങനെയുള്ള അഭിനയിക്കുന്ന എന്തിനാണ്? അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിട്ട് അഭിനയിച്ച് ഇവറ്റകൾക്ക് എന്താണ് കിട്ടിയത്? ഇതൊക്കെ എനിക്ക് അഭിനയമാണെന്ന് പറയുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന സിനിമയാണോ? ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല. ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാം, ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻസ് അത് തീർക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. ഇവരുടെ മനസ്സ് ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ എങ്ങനെയുള്ള ഒരു അയാൾ പറയുന്നത് എന്താ? ഇപ്പൊ അയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അയാൾക്കെതിരെ പറയാൻ ഒരു മനുഷ്യയിൽ ആരെങ്കിലും ഉണ്ടാവോ? അതായത് രഞ്ജിത്തിനെതിരെ പറയാനിട ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ? ഈ വിനായകനെ പോലത്തെ ആളല്ലാതെ വേറെ ആരെങ്കിലും പറയുമോ രഞ്ജിത്തിനെതിരെ? രഞ്ജിത്തിന്റെ സെറ്റിൽ പോയിട്ട് രഞ്ജിത്ത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും? ഒരാളും പറയത്തില്ല. എന്തിനധികം പറയുന്നത്, കാരവാന്റെ ഡ്രൈവർ പോലും പറയത്തില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ അറസ്റ്റ് ചെയ്തത്, ആ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതായത് ഒരു യുവ നടി വന്നിട്ട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ യുവ നടിക്ക് അയാളോട് പ്രത്യേകിച്ചുള്ള ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആ നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ പതറിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇങ്ങനെയുള്ള മനുഷ്യനാണോ ഇയാളല്ലേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്നത്? അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ അടുക്കുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും പതറിപ്പോകും. അത് തന്നെയാണ് ആ യുവതിയും പതറിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇയാൾക്കെതിരെ തെളിവില്ല, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരാൾ പറയുന്നില്ല എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരും അതിശയപ്പെടാനൊന്നുമില്ല. കാരണം പിന്നെ ഇയാളെ പോലെയുള്ള, അതായത് ഈ രഞ്ജിത്തിനെ പോലെയുള്ള ഒരു മനുഷ്യനെതിരെ പറയാൻ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ ലീല എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എഴുത്തുകാരനെയും എന്നിട്ട് പറയുകയാണ്. രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത്, അതും കൂടി നമുക്കൊന്ന് കേൾക്കണ്ടേ? അതായത് വിനായകനെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിയിട്ടോ രഞ്ജിത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ആ രഞ്ജിത്ത് പറയുന്ന അഭിപ്രായങ്ങളും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരണം. കൃത്യമായിട്ട് അതും കൂടി കേൾക്കാണ്ട് ഇത് പൂർണ്ണമാവില്ല. ഇത്തരം കാര്യങ്ങൾ ഇത് ഉണ്ണിയുടെ കഥയാണെന്ന് അറിയില്ല, ഉണ്ണിയുടെ തിരക്കഥയാണെന്ന് അറിയില്ല. നടൻ വിനായകൻ സാറിന്റെ ലീലയെ പറ്റി റീസൺ ആയിട്ട് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി മറുപടി അല്ല, അവനും വിവരമില്ല ഇത്തരം കാര്യങ്ങൾ. ഇത് ഉണ്ണിയുടെ കഥയാണെന്ന് അറിയില്ല, ഉണ്ണിയുടെ തിരക്കഥയാണ്. അതായത് ഉണ്ണീന്റെ തിരക്കഥയാണെന്ന് വിനായകൻ അറിയില്ല, വിനായകന് വിവരമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ രഞ്ജിയേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭയങ്കര വിവരം ഉള്ള ആള് തന്നെയാണ്. അയാൾക്ക് വിവരം കൂടിപ്പോയി. ഇയാളെയൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്, അതായത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നം നടന്നു. ഇപ്പൊ 3-4 സംഭവങ്ങളിലായിട്ട് രഞ്ജിത്തിനെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഈ ഗുരുവായൂർ MLA ഉണ്ടല്ലോ, മറ്റേ പ്രവാസ ലോകത്തിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, അയാളെ പറ്റിയിട്ടൊക്കെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ ആരെങ്കിലും ശബ്ദിക്കാനുണ്ടാ? ഒരു മനുഷ്യന്മാർ ശബ്ദിക്കൽ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടവാദികളാണ് മുഴുവൻ. അല്ലാതെ എന്ന് പറഞ്ഞാൽ നാട് നന്നാക്കാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരൊന്നുമില്ല. ഇവിടെ അവൾക്കൊപ്പവും ഇല്ല, അവനൊപ്പം ഒരാളും ഇല്ലായിരുന്നു. അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുക മാത്രമാണ്. തനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങ് തീർക്കുക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്നവനെ താങ്ങി പിടിച്ച് നടക്കുന്ന അവരുടെ ഉദ്ദേശം എന്താ? രഞ്ജിത്തിന് എടുക്കുന്ന സിനിമ കിട്ടും. അതുപോലെ തന്നെ രഞ്ജിത്തിനാണെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ നല്ല പിടിപാടുണ്ട്. രഞ്ജിത്ത് എന്ന് പറയുന്ന വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരാൾ ഒരു പിന്നെ എന്താ പറയുക, അയാൾ വന്നിട്ട് പറയാ രഞ്ജിത്തിന്റെ ആരോഗ്യത്തെ പറ്റിയിട്ടാണ് ആശങ്കയുണ്ടെന്ന്. ഒരു പെണ്ണിന്റെ മാനത്തെ പറ്റിയിട്ട് അവൻ ആശങ്കയില്ല. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത്തിന്റെ ആരോഗ്യമാണ് അവന്റെ പ്രശ്നം എന്ന് പറയുന്നത്. എന്തൊരു ഊളകളാണ് ഇവന്മാർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയും വളരെ മോശമായ കാര്യം തന്നെയാണ്. അപ്പോ ഉള്ളത് എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ തന്നെ തുറന്നു പറയണം. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ
എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ വേണ്ടി അന്നേ നോക്കണം. ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും വന്നിട്ടും കൂടി ഇയാൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഒരു കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മണി പവർ എന്ന് പറയുന്നത്. മണി പവർ ഭയങ്കരമായ പൈസ പവർ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ തനിക്കെതിരെ വരുന്ന എല്ലാവരെയും അടിച്ചമർത്തുന്ന ഒരു രീതി, ഒരു മാടമ്പി, ഇത് തന്നെയാണ് രഞ്ജിത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴയാൾക്കെതിരെ ഒരു ചെറുവിരലനക്കം അല്ല. ഇപ്പോഴും അയാൾക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ചുമ്മാതാണ്. ഒരിക്കലും ആ നടപടിയൊന്നും വിലപ്പോവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടപടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആലോചിച്ച് നോക്കണമായിരുന്നു. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നവനെതിരെ ഒരു നടപടി, ഒരു ചെറുവിരൽ പോലും ഇവിടെ അനക്കാൻ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. ഏതായാലും വിനായകന് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം 2 വർഷം മുമ്പ് അയാൾ ഇങ്ങനെ തുറന്നു പറയണമെങ്കിൽ അയാൾക്ക് ഒരു ഭയവുമില്ലാത്ത മനുഷ്യനാണെന്ന് ഞാൻ പറയും. അയാൾ കപടനല്ല. അയാൾ സ്ത്രീകളെ എന്ന് പറയുക, അത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയോ, പിന്നെ എന്ന് പറഞ്ഞാൽ നവ്യ നായർ ഇയാളുമായിട്ട് ഇരിക്കുമ്പോഴൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അയാൾ കപടനല്ല. അയാൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. നന്ദി, നമസ്കാരം.